നമസ്കാരം. വിമർശനങ്ങളെ തെല്ലും വച്ചുപൊറുപ്പിക്കില്ല എന്നതാണ് പിണറായി സർക്കാരിൻ്റെ നയം. നവകേരള യാത്രക്കിടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് 2023 വലിയ തമാശകളിലൊന്നായി മാറുകയും ചെയ്തിരുന്നു. നവകേരള യാത്രക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെയാണ് ആദ്യം കേസെടുത്തത്. പ്രതിഷേധക്കാരെ വിളിച്ചുവെന്ന തൊടുന്യായം പറഞ്ഞാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ്സിനെതിരെ KSU പ്രവർത്തകർ നടത്തിയ ഷൂ എയർ തത്സമയം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് കഴിഞ്ഞയാഴ്ച വിനീതയ്ക്കെതിരെ പോലീസ് ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്തത്. എറണാകുളം കുറുപ്പുംപടി പോലീസ് വിനീതയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയായിരുന്നു. വനിതാ കമ്മീഷൻ പോലും വിനീത വിജിക്കെതിരായ കേസിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ട് എങ്കിൽ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചത്. വിനീതയുടെ കേസ് കൊണ്ട് അവസാനിച്ചില്ല കാര്യങ്ങൾ. DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് റിപ്പോർട്ട് ചെയ്ത 3 മാധ്യമപ്രവർത്തകർക്ക് കൂടി ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ജനം TV റിപ്പോർട്ടർ രശ്മി കാർത്തിക, ക്യാമറാമാൻ നിതിൻ AB, ജന്മഭൂമി ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്കാണ് മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. DGPയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറി എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ക്രിമിനൽ നടപടിക്രമം 41A വകുപ്പ് പ്രകാരമാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചത് എന്ന് നോട്ടീസിൽ പറയുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല എന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നും നോട്ടീസിലുണ്ട്. കണ്ടാൽ അറിയാവുന്ന 4 മാധ്യമപ്രവർത്തകർക്കെതിരെയായിരുന്നു പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നാരോപിച്ചായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയത്. DGP വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത്. പോലീസ് പ്രതിഷേധം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. സാധാരണഗതിയിൽ DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രകടനങ്ങളോ മാർച്ചുകളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാറില്ല. ഇക്കാരണത്താൽ പോലീസിനെ ഞെട്ടിച്ച പ്രതിഷേധമായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകരുടേത്. പരാതി നൽകാനെന്ന പേരിലാണ് പ്രതിഷേധക്കാരിൽ 2 പേർ ഗേറ്റിനു സമീപം കാവലുണ്ടായിരുന്ന പോലീസുകാരെ സമീപിച്ചത്. എന്നാൽ പരാതി പോലീസ് ആസ്ഥാനത്താണ് നൽകേണ്ടത് എന്ന് ഇവർ സ്ത്രീകളെ അറിയിക്കുകയായിരുന്നു. ഇതിനിടെ 3 സ്ത്രീകൾ കൂടി ഇവിടെ എത്തുകയും ചെയ്തു. ഗേറ്റ് പൂർണ്ണമായി അടച്ചിട്ടില്ലായിരുന്നതിനാൽ ആ പഴുതിലൂടെ ഇവർ 5 പേരും അകത്ത് കയറുകയായിരുന്നു. ഗേറ്റ് തുറന്നിട്ടതും പ്രതിഷേധക്കാരെ മടക്കി അയക്കാതിരുന്നതും ഗുരുതരമായ വീഴ്ചയാണ് എന്നും നിരുത്തരവാദപരമായ നടപടിയാണ് എന്നും RRFന്റെ അസിസ്റ്റന്റ് കമാൻഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ഗൂഢാലോചന തന്നെയാണ്. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസിന് വിശ്വാസക്കുറവില്ല. പോലീസ് കേസെടുക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാം. ശബ്ദമുയർത്തി വിരട്ടാമെന്ന് ആരും കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം മാധ്യമപ്രവർത്തകർക്കെതിരായ കേരള പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധമറിയിച്ച കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്തെത്തുകയും ചെയ്തു. DGPയുടെ വീട്ടുവരാന്തയിൽ കയറിയിരുന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് തടയാൻ കഴിയാത്തതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് കേസെടുത്തത് എന്നും KUWJ വ്യക്തമാക്കി. അതേസമയം കേസ് പിൻവലിച്ച് തെറ്റുതിരുത്താൻ കേരള പോലീസ് തയ്യാറാകണം. കോടതി തന്നെ റദ്ദാക്കിയിട്ടും സമാന വീഴ്ചകൾ ആവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും നഗ്നമായ അധികാര ദുർവിനിയോഗവുമാണ്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീതയും ജനറൽ സെക്രട്ടറി R കിരൺ ബാബുവുമാണ് ആവശ്യം ഉന്നയിച്ചത്.